ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുമ്പോഴും RRT സംഘത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വനം വകുപ്പ്. കാട്ടാന പ്രതിരോധത്തിന് RRTയുടെ കയ്യിലുള്ള കാട്ടിൽ നിന്ന് വെട്ടിയ വടികൾ മാത്രം. ആകെയുള്ള ഒരു വാഹനത്തിന് ഇന്ധനം നിറച്ച പണം പോലും വകുപ്പ് നൽകിയിട്ടില്ല. വാഹനം സർവീസ് ചെയ്യുന്നതും ഇന്ധനം നിറയ്ക്കുന്നതും നിലവിൽ ഉദ്യോഗസ്ഥർ പണം കടം വാങ്ങി. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ നിരവധി ആളുകളുടെ മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് വനംവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് പ്രത്യേക RRT സംഘത്തെ നിയോഗിച്ചത്. വാഹനവും മറ്റെല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് RRT സംഘത്തെ പ്രഖ്യാപിച്ചതെങ്കിലും വാഹനമെത്തിച്ച് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നതല്ലാതെ മറ്റൊരു സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും വകുപ്പിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല. വാഹനത്തിന് ഇന്ധനം നിറച്ച ഇനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ 55,000 രൂപയാണ് കുടിശ്ശികയുള്ളത്. വാഹനത്തിന്റെ സർവീസ് നടത്തിയതിൽ 23,000-ഉം ടയർ മാറിയ ഇനത്തിൽ 35,000 രൂപയും വകുപ്പ് നൽകാനുണ്ട്. നിലവിൽ ഈ തുകയാകെ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. ഇത് കൂടാതെ കാട്ടാനകളെ തുരത്താൻ പടക്കവും മറ്റും വാങ്ങിയ ഇനത്തിൽ 10,000 രൂപയും സർക്കാർ നൽകണം. കാട്ടാനയെ ഓടിക്കുന്നതിന് വേണ്ടി പടക്കങ്ങൾ പോലും നാട്ടുകാരും ചില സംഘടനകളുമാണ് എത്തിച്ചു നൽകുന്നത്. RRT സംഘത്തിലുള്ള വാച്ചർമാരുടെ കയ്യിൽ ആകെയുള്ളത് കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത ഈ വടികൾ മാത്രമാണ്. രാത്രികാലത്ത് ആനയെ നിരീക്ഷിക്കാൻ വെളിച്ചമുള്ള ടോർച്ചോ ഹെഡ്ലൈറ്റുകളോ ഇവരുടെ പക്കലില്ല. ചുരുക്കി പറഞ്ഞാൽ പേരിനൊരു RRT സംഘം മാത്രമാണ് ചിന്നക്കനാലിലുള്ളത്. RRT ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും ഇവർക്ക് യൂണിഫോം നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. വനം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച RRTയിൽ ആകെയുള്ളത് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഓടിക്കുന്ന ഒരു വാഹനം മാത്രമാണ് എന്നതാണ് സത്യം. ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ RRT സംഘത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളെല്ലാം ആരൊരുക്കുമെന്ന ചോദ്യം മാത്രം ബാക്കി. ജനം, ഇടുക്കി.